അപ്പോൾ ഇൻഡസ് വാലി ബ്രാൻഡിൽ നിന്ന് വീണ്ടും ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ വ്യൂവേഴ്സ് ഇതുപോലത്തെ ഐറ്റംസ് നന്നായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പ്രോഡക്റ്റ്സ് വരുന്നത്. പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം ഇൻഡസ് വാലിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് കാസ്റ്റ് അയണാണെന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാസ്റ്റ് അയണിൻ്റെ പ്രോഡക്ട്സും സ്റ്റീൽ പ്രോഡക്ട്സാണ് അവരുടെ അടുത്തുള്ളത് കൂടുതലും. കാസ്റ്റ് അയൺ പ്രോഡക്ട്സും സ്റ്റീൽ പ്രോഡക്ട്സും ഒക്കെ നമുക്ക് ശരിക്കും ബാക്കി പ്രോഡക്ട്സിനേക്കാളും കുക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ബ്രാൻഡിൻ്റെ പേര് ദ ഇൻഡസ് വാലി. ഓക്കെ, ഇവരുടെ കാസ്റ്റ് ആൻഡ് പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലതാട്ടോ. അധികം നമുക്ക് മയക്കി എടുക്കേണ്ടെന്ന് ആവശ്യമില്ല, ഓൾറെഡി സീസൺഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് മയക്കി എടുത്താൽ മതിയാകും കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ്സ് 2 പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ കാസ്റ്റ് അയൺ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കുറേ കാസ്റ്റ് അയൺ പ്രോഡക്റ്റ്സ് നമ്മുടെ അടുത്തുണ്ട്. അപ്പം അതിൻ്റെ വേണമെങ്കിൽ ഞാൻ ലിങ്ക്സൊക്കെ കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തിട്ട് ഒത്തിരി നല്ല റിവ്യൂ വന്നിട്ടുള്ള പ്രോഡക്റ്റ്സാണ് കാസ്റ്റ് അയണിൻ്റെ, ഇൻഡസ് വാലിൻ്റെത്. അപ്പോൾ ഇതൊക്കെയാണ് കാസ്റ്റ് അയൺ പ്രോഡക്ട്സ്. ഇത് സ്റ്റീൽ പ്രോഡക്ട്സ്. കുക്കറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത്തവണ ഒരു സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ട്. അതായത് ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഡീലാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ലൊരു അടിപൊളി ക്രിസ്മസ് ഓഫർ. എന്താണെന്ന് അറിയണ്ടേ, ഈ ഡിസംബർ 12 മുതൽ ഡിസംബർ 25 വരെ വാങ്ങിക്കുന്നവർക്കൊക്കെ 50% ഓഫ് ഓൺ ഓൾ പ്രൊഡക്ട്സ്. എല്ലാ പ്രൊഡക്ട്സിലും 50% ഡിസ്കൗണ്ട് വരുന്നത്. കൂടാണ്ട് നമ്മുടെ കോഡ് യൂസ് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ 12% ഡിസ്കൗണ്ടും കൂടി വരുന്നുണ്ട്. അപ്പം ഈ കാസ്റ്റ് അയൺ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്റ്റീൽ പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചോളൂ. കിട്ടില്ല പ്രൈസിൽ, നല്ല ഓഫർ പ്രൈസിലായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കോഡ് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ആ കോഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. 50% ഡിസ്കൗണ്ട് കൂടാണ്ട്, ഓഫർ കൂടാണ്ട് 12% ഡിസ്കൗണ്ടും കൂടി കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പ്രോഡക്റ്റ്സ് എടുക്കാം. എനിക്ക് ഈ ഒരു ബോക്സ് തുറക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നാലും നമ്മൾ ഈ ബോക്സ് തുറക്കുന്നു. വലിയത് തുറന്നിട്ട് ചെറുത് തുറക്കാം. ഇത് ദ ഇൻഡസ് വാലിൻ്റെ സ്റ്റോക്ക് പോട്ട് വിത്ത് ഗ്ലാസ് ലിഡ്. ഇതാണ് സംഭവം. ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പ് കണ്ടു. ഇത് കണ്ടിട്ടാണ് ഞാനിത് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അതുപോലെ ഇത് ഈസി ടു ക്ലീൻ ആണ്. ഈവൻലി കുക്കാവും. ഹാൻഡിലുണ്ട്. ഗ്ലാസ് ലിഡാണ്. പിന്നെ ഡ്യൂറബിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. എനിക്കിതിൻ്റെ ആ ഒരു ഷേപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗ്ലാസിൻ്റെ ലിഡുണ്ട്. കുറച്ചൊരു നോൺ സ്റ്റിക്കി ടൈപ്പാണ്. നല്ല സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ സെർവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സെർവിങ്ങിനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസ് ഓഫർ ആരും മിസ്സാക്കണ്ട. ഈ വർഷത്തെ ഏറ്റവും നല്ല ഓഫറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 50% ഡിസ്കൗണ്ടാണ് എല്ലാ പ്രോഡക്ട്സിലും ഉള്ളത് കേട്ടോ. ഇൻഡസ് വാലിൻ്റെ എല്ലാ പ്രൊഡക്ട്സിലും 50% ഡിസ്കൗണ്ട് ഉണ്ട്. പ്ലസ് 12% ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ എൻ്റെ ഈ ഒരു കോഡ് യൂസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓഫർ മിസ്സാക്കേണ്ട, വേഗം വാങ്ങിച്ചോളൂ. നമുക്കിതിൽ എന്തൊക്കെ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലാണ് ഞാനിന്ന് ഒരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി പാത്രമാണ്. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹന്തി കാസറോൾ എന്ന് പറയും. 4 ലിറ്ററിൻ്റെ കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന ബൗളുകളാണ്. അതും സ്റ്റീലിൻ്റെ ലിഡുള്ള ബൗളുകളാണ്. അപ്പം ആവശ്യമുള്ളവർ വേഗം തന്നെ വാങ്ങിക്കുക. കാരണം ക്രിസ്മസ് സെയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം ഓഫർ മിസ്സാക്കണ്ട. പിന്നെ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കോഡ് ഞാനിവിടെ കൊടുക്കാം. ഈ ഒരു പോട്ടിലാണ് ഞാനിന്ന് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലത്തെ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ പലർക്കും ടെൻഷനായിരിക്കും, അടിയിൽ പിടിക്കുമെന്നൊക്കെ. പക്ഷേ ഒട്ടുമില്ല. ഞാനിത് മുമ്പും ഈ പാത്രം വാങ്ങിച്ചതാണ്. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ ഇവരുടെ അടുത്ത് വാങ്ങിച്ചായിരുന്നു. നല്ല പാത്രമാണ്. ഒട്ടും തന്നെ അടി പിടിക്കില്ല. അത്രയും ധൈര്യത്തിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെഷാവരി ചിക്കൻ റൈസാണ്. അതിലോട്ട് നമുക്ക് ആദ്യം ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ചിക്കൻ വിത്ത് സ്കിന്നാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ചിക്കൻ ചെറിയൊരു മാരിനേഷൻ കൊടുക്കണം. വിനാഗിരിയും ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് മതിയിട്ടുള്ളതും. അതിൽ ചിക്കൻ 4 കഷ്ണങ്ങളാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 1 കിലോയിൽ താഴെയുള്ള ചിക്കനാണ് ഏറ്റവും ബെസ്റ്റ്.
വലിയ ചിക്കൻ എടുക്കരുത് കേട്ടോ, അകത്തൊന്നും മസാല പിടിക്കില്ല. അപ്പോൾ അതാ ഈ ഒരു മസാലയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ വിത്ത് സ്കിന്ന്. ഇനി ഇതാ ഈ നമ്മുടെ പാത്രം ഒന്ന് അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്യണം. സ്റ്റീൽ പാത്രങ്ങൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലൊന്നും ഇടാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ സ്റ്റീൽ പാത്രങ്ങളും കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ. അപ്പം ഓയിൽ ചൂടായ പാടന്നെ ബേ ലീവ്സ്, പട്ട, പിന്നെ ഹോൾ സ്പൈസസ് അതൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാനിതാ ചിക്കൻ നമ്മൾ വിനാഗിരിയും ഉപ്പും തേച്ച് വെച്ചില്ലേ അതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സാധാരണ നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ, നോർമൽ സ്റ്റീൽ പാത്രത്തിലൊക്കെ ഇതുപോലെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കാൻ നിന്നാൽ അടിയിൽ പെട്ടെന്ന് പിടിക്കും. ഇത് കണ്ടോ, ഒട്ടും തന്നെ പിടിച്ചിട്ടുമില്ല. നന്നായിട്ട് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനത്തെ പാത്രത്തിൻ്റെ ഗുണം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഹെൽത്തിയാണ് ഇതുപോലത്തെ പാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ബോളില്ലേ, അതിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് അല്ല, ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിക്കൻ സ്റ്റോക്കാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. പെഷാവരി ചിക്കൻ റൈസിലോട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് ചിക്കൻ്റെ ക്യൂബ് വാങ്ങിക്കേണ്ട നമ്മൾ ഇതുപോലെ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് ആ വെള്ളം കൊണ്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പം നിങ്ങൾ വിചാരിക്കും കുറേ സ്റ്റെപ്സ് ഉണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല, ഈ ചിക്കൻ സ്റ്റോക്കിനുള്ള സ്റ്റെപ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ 2 വശം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചധികം, ഒരു പിടി അധികം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അതൊരു 3-4 കീറിയിട്ടിട്ട് കൊടുക്കുക. 2 സവോള നടുവേ കട്ട് ചെയ്തത്, പിന്നെ 2 തക്കാളി, പിന്നെ ചെറിയ ജീരകം, ഏലയ്ക്ക, കുരുമുളക് ഇതെല്ലാം പാകത്തിനിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്റ്റോക്ക് റെഡിയാക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഈ ചിക്കനിൽ ഈ മസാല എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ചിക്കൻ നമ്മളിപ്പോൾ ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫ്ലേവർ ആയിരിക്കണം ചിക്കനിൽ കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളിതിലോട്ട് ആ ചിക്കന് മുങ്ങിക്കിടക്കത്തക്ക വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, പിന്നെ അതുപോലെ നമ്മളിതിലോട്ട് സവോള, തക്കാളി ഒരുപാടൊന്നും ചേർക്കണ്ട. ഒരു ചിക്കനിലോട്ട് 2 സവോള 2 തക്കാളി എത്ര മതി കേട്ടോ. അതിങ്ങനെ സ്ലൈസ് ചെയ്യേണ്ട, ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട കേട്ടോ. അപ്പം വെള്ളം നന്നായിട്ട് അവിടെ തിളക്കട്ടെ. ഇനി നമുക്ക് അരിയുടെ കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇവിടെ ഞാൻ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് സെല്ലായിട്ട് എടുത്തിട്ടുള്ളത്, മറ്റേ ഗോൾഡൻ സെല്ലല്ല, വൈറ്റ് കേട്ടോ. അപ്പോൾ അത് 5 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയിട്ട് സോക്ക് ചെയ്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കഴുകിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. സാധാരണ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പം ഇത്രയും പണിക്ക് പകരം നമ്മൾ ഒരു ചിക്കൻ സ്റ്റോക്ക്, 1-2 ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കാറ്. പക്ഷെ അതത്ര ഹെൽത്തി അല്ല. അപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം തയ്യാറാക്കുന്നത്. പക്ഷേ അവർ ചിക്കൻ റൈസും ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർഫുൾ ആയിരിക്കും. ഇതിൽ നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല, കണ്ടില്ലേ നിങ്ങൾ, വേറെ എക്സ്ട്രാ പൊടികളൊന്നും ചേർത്തില്ല. വൈറ്റ് കളറായിരിക്കും റൈസ്, പക്ഷേ ഭയങ്കര ഫ്ലേവർഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ആ ചിക്കന് അവിടെ നന്നായിട്ട് കുക്കായിട്ട് വേണം എടുത്ത് മാറ്റാൻ. അതിലോട്ട് ചെറിയൊരു മാരിനേഷനും കൂടി കൊടുക്കാനുണ്ട്. ഇത് ചില്ലി ഫ്ലേക്സും വിനാഗിരിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതിലോട്ടാണ് നമ്മൾ ചിക്കനെ വേവിച്ച് നന്നായിട്ട് വെന്തിട്ടുള്ള ചിക്കനാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയൊരു എരിവും പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പൊടികളൊന്നും ചേർക്കരുത്. പൊടികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ കളറ് മാറും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എയർ ഫ്രയർ ഇല്ല, അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്നില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. അത് ഇതുപോലെ അരിപ്പിലോട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആ ഒരു സ്റ്റോക്ക് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ചോറ് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഉള്ളി, തക്കാളി ഇതൊക്കെ ഇട്ടില്ല, നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ആദ്യത്തെ ആ സ്റ്റോക്കിൻ്റെ എല്ലാ സത്തും നമ്മൾക്ക് ഈ ഒരു വെള്ളത്തിൽ കിട്ടണം. അപ്പോൾ അത് അങ്ങനെ മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലോട്ട് സ്പെഷ്യലായിട്ടൊരു സംഭവം ചേർക്കുന്നുണ്ട്. ഇത് വെള്ളക്കടലല്ലേ, സോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഉണക്കമുന്തിരിയും ഉണങ്ങിയ നാരങ്ങയും വേണം. ഇതൊക്കെയാണ് നമ്മുടെ ഇനിയുള്ള നമ്മളെ റൈസിലോട്ടുള്ള ചേരുവകൾ. ഇനിയാണ് നമ്മൾ ചോറ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു പാന് ചൂടാക്കാം. നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അതിലോട്ട് നെയ്യ് ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടിയാണ് തയ്യാറാക്കുന്നത്, മിക്സ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് നെയ്യ് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാൻ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വേവിച്ച ചിക്കന് ഒന്നങ്ങോട്ട് 2 വശം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾ കണ്ടോ, ഇപ്പം നമ്മൾ പാത്രം നോക്കൂ, അടിയിൽ പിടിച്ചിട്ടേ ഇല്ല, പിടിക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ
എയർ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കന് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷെ ഞാൻ എല്ലാം ഇതിൽ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൊണ്ട് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കളറൊന്നും മാറിയില്ലേ എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം എണ്ണയിലോട്ട് അല്ലെങ്കിൽ നെയ്യിലോട്ട് നമുക്ക് കുറച്ച് സവോള ഒന്ന് വറുത്തെടുക്കണം. വറുത്ത് മാറ്റണ്ട, ഇങ്ങനെ കാരമലൈസ് ചെയ്തിട്ടുള്ള സവോള ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് ഈ റൈസിലോട്ട്. വല്ലാണ്ട് മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറുന്ന സമയത്ത് ഇതിലോട്ട് വേവിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള കടലല്ലേ അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഈ റൈസിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഈ ഉണങ്ങിയ മുന്തിരിയില്ലേ അത് കഴിക്കുമ്പോൾ ആ റൈസും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണങ്ങിയ മുന്തിരി, ഉണക്കമുന്തിരി, റൈസിൻസ്, അതുപോലെ ഉണങ്ങിയ നാരങ്ങ എല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് കമ്പൈൻ ചെയ്യുക. ഇതിന്ന് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരു ഡെക്കറേഷനായിട്ട് മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ബാക്കി അവിടെ തന്നെ ഇരുന്നോട്ടെ. അതിലോട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരിയില്ലേ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു 9.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം നമ്മൾ സ്റ്റോക്ക് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മെഷർ ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മെഷർ ചെയ്ത് മാറ്റി വെച്ചതാണ് നമ്മുടെ സ്റ്റോക്ക് വാട്ടർ. ആദ്യം നമ്മുടെ അരി ഇതിലെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ, നല്ല ഒരു കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് തോന്നില്ലേ. അപ്പോൾ എല്ലാം കമ്പൈൻ ആക്കി ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ സ്റ്റോക്ക് വാട്ടർ അത് പാകത്തിന് അളന്ന് മെഷർ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. വെള്ളം കൂടി പോയാൽ പിന്നെ അളിവിളിയാവും കേട്ടോ ചോറ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കണം കേട്ടോ സ്റ്റോക്ക് വാട്ടർ ചേർക്കുന്ന സമയത്ത്. അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കനും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ദം ചെയ്യുക. ദം എന്ന് പറയുമ്പോൾ നെയ്ച്ചോറൊക്കെ റെഡി ആവുന്ന പോലെ അടിയിൽ പിടിക്കൊന്നുമില്ല, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ട്, നമ്മളെ പെഷാവരി ചിക്കൻ റൈസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു തളികയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ ഞാൻ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ ചിലപ്പം ചിക്കന് ഉടഞ്ഞു പോകും. കണ്ടോ, ഒട്ടും തന്നെ അടിയിൽ പിടിച്ചിട്ടില്ല. അത്രയും ധൈര്യത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാത്രമാണ് ഈ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കേട്ടോ, ഇൻഡസ് വാലിയുടെ. ഇതിൻ്റെ റൈസ് ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. കൂടാണ്ട് ഇത് ചൂടോട് കൂടിയിട്ട് ഇളക്കി കട്ട കുത്തി ഉടക്കി എടുക്കരുത് കേട്ടോ. നമ്മൾ കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം തുറന്ന് വെക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് വിട്ട് വരും. അപ്പോൾ റൈസ് ഇങ്ങനെ വിട്ട് അങ്ങനെ കിടക്കും. പക്ഷെ ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. നമ്മളിതിൽ സ്പൈസ് പൗഡേഴ്സ് തന്നെ ചേർത്തിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാം റോ സംഭവങ്ങളാണ്. നല്ല ടേസ്റ്റാണ്. ആ കടലയും ഉണങ്ങിയ മുന്തിരിയും എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറിൽ കഴിക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് നമ്മുടെ ടൊമാറ്റോ ചട്നി ഇല്ലേ മന്തിയുടെ, അത് വേണമെങ്കിൽ കൂട്ടാം. പക്ഷേ ഞാനിതൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കഴിക്കുന്നത്. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ആ റൈസിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും പെഷാവരി ചിക്കൻ റൈസ് ഒന്ന് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ പാത്രങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാങ്ങിച്ചോളൂ. ക്രിസ്മസ് സെയിൽ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കേട്ടോ. താങ്ക് യു.